CPIയുടെ മധ്യസ്ഥതയിലാണ് RSPയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇടതുമുന്നണിയിൽ ആരംഭിച്ചത്. രാവിലെ CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ RSP നേതാക്കളായ NK പ്രേമചന്ദ്രനെയും AA അസീസിനെയും ടെലിഫോണിൽ വിളിച്ചു. തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാമെന്നും ചർച്ചയ്ക്കായി RSP സന്നദ്ധരാകണമെന്നും പന്ന്യൻ ആവശ്യപ്പെട്ടു. വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. ഞാനിന്ന് രാവിലെ പ്രേമേന്ദ്രനുമായി സംസാരിച്ച്, അസീസുമായിട്ട് സംസാരിച്ച്, അവരെ ബന്ധപ്പെട്ട ആളുകളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം 12 മണിയോടെ CPMും അനുനയന ശ്രമവുമായി രംഗത്തെത്തി. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ RSP നേതാക്കളോട് ടെലിഫോണിൽ ആവശ്യപ്പെട്ടു. തർക്കം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഒരു CPM നേതാവ് നേരിട്ട് RSP നേതാക്കളെ വിളിച്ച് സംസാരിക്കുന്നത്. LDF കൺവീനർ വൈക്കം വിശ്വനും ചർച്ചയ്ക്ക് സന്നദ്ധമാകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ചർച്ചയ്ക്ക് മുമ്പായി എന്തെങ്കിലും പരിഹാര നിർദ്ദേശങ്ങൾ ആരും മുന്നോട്ട് വെച്ചില്ല. ചർച്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ പരിഹാര നിർദ്ദേശങ്ങൾ വെക്കാൻ കഴിയൂ എന്ന നിലപാടാണ് നേതാക്കൾക്കുള്ളത്. അനുനയന ശ്രമങ്ങൾക്ക് വഴങ്ങാൻ RSP തയ്യാറായില്ല. മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അതിൻ്റെ അർത്ഥം മുന്നണി വിടുക എന്നുള്ളതാണ്. അതാണ് പരോക്ഷമായി ഇന്നലെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചത്. അതാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടന്ന എല്ലാ അനുനയന ചർച്ചകളും തള്ളി കോൺഗ്രസുമായി ചർച്ച നടത്താൻ ഒരുങ്ങിയതോടെ ഇനിയൊരു മടങ്ങിവരവ് RSPക്കും അസാധ്യമാണ്. മീഡിയ 1 തിരുവനന്തപുരം.